നമസ്കാരം. കുക്കുംബർ സിറ്റിയിൽ നിന്നും നിങ്ങളുടെ സെലസ് മേലോരാണ്. ഞാൻ 3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് അത്യാവശ്യം നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പ്രതികരണം നല്ലതാണെങ്കിൽ, നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാമെന്ന്. എന്തായാലും കമൻറ്റിലൂടെയും നേരിട്ടുമൊക്കെ ഒരുപാട് നല്ല പ്രതികരണങ്ങൾ ലഭിച്ചു. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ പലരും എന്നോട് പറഞ്ഞു, പോലീസിനെ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു, കാക്കിയെ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു, നിന്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ നീ എന്തിനു വേണ്ടി പ്രതികരിച്ചു അതൊക്കെ ന്യായമായിട്ടുള്ള കാര്യം തന്നെ, പക്ഷേ കാക്കയെ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്യാമായിരുന്നു എന്ന് ഒരു കമൻറ്റ് എനിക്ക് കിട്ടി. ആ ഫീഡ്ബാക്ക് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കാക്കയ്ക്കെതിരെ ഒരു വീഡിയോ വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഏമാമാർ സമ്മതിക്കുന്നില്ല. ആദ്യമേ പള്ളിയിൽ അച്ഛനെ വിളിക്കുന്നു, പിന്നെ നാട്ടിലുള്ള പല ആൾക്കാരെയും വിളിക്കുന്നു, കുടുംബക്കാരെ വിളിക്കുന്നു. ഇങ്ങനെ ഇവരെയൊക്കെ വിളിച്ച് ആദ്യമേയൊക്കെ എന്താ പറയുന്നത്, കോംപ്രമൈസ് ആയിരുന്നു. പിന്നെ ഭീഷണിയായി, ഡയറക്റ്റ് ഭീഷണിയൊക്കെ, ഇങ്ങനെ പല പല കാര്യങ്ങളായി. പിന്നെ അവസാനം ഇപ്പം എവിടെ വരെ എത്തി നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ വൈകിട്ട് നടന്നൊരു സംഭവം ശരിക്കും കേരള പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇന്നലെ നടന്ന കാര്യം, മേലോരത്ത് വന്നിട്ട് വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിട്ട് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്കൊക്കെ ബൈക്കിലൊക്കെ പോകുന്ന ഓരോരുത്തരെയൊക്കെ പിടിച്ചിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതായത് എന്നൊക്കെ പറഞ്ഞ് പെറ്റിയടിക്കുന്നു. അടിച്ചോട്ടെ, വീട്ടിൽ നിന്ന് മുറ്റത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ, അതായത് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയാലും കടയിലോട്ടേക്ക് പോയാലൊക്കെ ഹെൽമെറ്റ് വെച്ചില്ലേ പെറ്റി അടിക്കണം. നിയമം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എവിടെ പോയാലും ഹെൽമെറ്റ് വെക്കാണ്ട് യാത്ര ചെയ്യാനൊന്നും ആർക്കും അനുവാദമില്ല. നിയമം പാലിക്കണം. പക്ഷേ ഈ പെറ്റി അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ സെലസ് എന്ന ഒറ്റ ഒരാൾ കാരണം മാത്രമാണ് നിങ്ങൾക്ക് ഈ പെറ്റി ലഭിക്കുന്നത്. അല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും വരാറ് പോലും ഇല്ലായിരുന്നു എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ട്. ഞാൻ ഏതവനോടും ഏതൊരു ആൾക്കാരോട് ബൈക്കിൽ ഹെൽമെറ്റ് വെക്കാതെ പോകാൻ പറഞ്ഞിട്ടില്ല. അല്ല എങ്കിൽ ഇവരെ കൊണ്ട് ഹെൽമെറ്റ് വെപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. എന്നിട്ട് ഇവരോടൊക്കെ പറയുന്നത് സെലസ് കാരണമാണ് നിങ്ങൾക്ക് പെറ്റി കിട്ടുന്നത്. ഏതായാലും വളരെ നല്ലതാണ് സാറേ. ജോമോൻ സാറും ഈ മറ്റേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന 3 ആളുകളും അവരുടെ പുറമെ മറ്റൊരു കോൺസ്റ്റബിളും കൂടിയാണ് വന്നത്. പോലീസിൻ്റെ SI അടക്കമാണ് ഈ പരിപാടികൾക്കെല്ലാം നാട്ടിൽ വന്നത് എന്നത് സന്തോഷമുണ്ട്, കൊള്ളാം. ഏതായാലും അവസാനം ഇന്ന് പോലീസിൽ നിന്ന്, പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യമായിട്ട് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കോൾ ലഭിച്ചു. എനിക്കെതിരെ 3 കേസുകൾ. ഒന്ന് മേലോരത്തുള്ള ഒരു ഫിലിപ്പ്, പിന്നെ 2 കേസുകൾ 2 പോലീസുകാർ മാനനഷ്ട കേസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെയ് 30-ാം തീയതി ഞാൻ ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാണ്. ഒരു പേടിയില്ല, ഞാൻ പോകുന്നുണ്ട്. ഞാൻ ആരെ പേടിക്കും. എന്തായാലും ഞാൻ 30-ാം തീയതി രാവിലെ 10 മണിക്ക് CA കാണാനായിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു, CA ഉണ്ടെങ്കിൽ ഞാൻ വരാം. അതിൽ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടെ ചെയ്തേക്കാം. പിന്നെ കാക്കയോടുള്ള ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷേ എൻ്റെ നെഞ്ചത്തോട്ട് കയറിയാൽ ഏത് കാക്കയാണേലും ഞാൻ കയ്യും കൂപ്പി നിൽക്കത്തില്ല സാറേ. കാരണമേ, പണ്ടത്തെ ഈപ്പച്ചൻ പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം പുതിയ ജനറേഷനിലെ ഈപ്പച്ചന്മാരൊക്കെ പള്ളിക്കൂട്ടത്തിൽ പോയിട്ടുമുണ്ട്, പലതും പഠിച്ചിട്ടുമുണ്ട്. ശരിയാണ് കേട്ടോ, നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അല്ലെ തന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ. പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ SI മുഹമ്മദ് അജ്മൽ സാറിൻ്റെയും പുള്ളിയുടെ സഹപ്രവർത്തകരുടെയും കഷത്തിലാണല്ലോ അതിരിക്കുന്നത്. പിന്നെ നമ്മളെങ്ങനെ കയ്യിലെടുക്കും? ഈ മൊബൈൽ എടുക്കുന്ന ഈ ആൾ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്യുക, വണ്ടി അങ്ങനെ പറ്റുമോ? റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അവകാശമില്ല, ശരിയാ. വഴി ബ്ലോക്കാക്കാൻ എനിക്ക് അവകാശമില്ല. പക്ഷെ ഞാൻ വിചാരിച്ച ആർക്കും അവകാശമില്ല. പക്ഷെ എസ്റ്റേറ്റുകാർക്കും ലോറിക്കാർക്കും തടിയെടുത്തവർക്കും ഒക്കെ ബ്ലോക്കാക്കാം. അതും ടാറിങ് റോഡ് തന്നെ ബ്ലോക്കാക്കാം. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ടാറിങ് റോഡിന് പുറത്തു പോലും എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നടപടി ഉണ്ടാവും കേട്ടോ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പണി. ഇനി കളി മാറും, നടപടി ഉണ്ടാവും. SI സാറ് കലിപ്പിലാണേ. ലോഡ് കയറ്റാം, അത് റോഡിലിട്ടല്ലല്ലോ കയറ്റുള്ളൂ. ഇവർക്ക് വീതി കൂട്ടിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് കയറ്റാലോ. ഇത് ബസ് റൂട്ട് അല്ലെന്നോ? ഇത് ബസ് റൂട്ട് അല്ലേ? ശരി, ബസ് റൂട്ടൊന്നും അല്ല. പിന്നെ ഞാൻ പൊൻകുന്നം KSRTC ചോദിച്ചപ്പം ഒരു 6 ചക്രമൊക്കെ ഉള്ളൊരു സാധനം 3 നേരം വരുന്നുണ്ടേ. അതിൻ്റെ പേര് ബസ് എന്നാണോ? അത് മാറ്റിയോ? അല്ലല്ല, ബസ്സല്ല കേട്ടോ, ബസ്സല്ല. അത് പ്രത്യേകം വേറെന്തോ. എൻ്റെ കൃത്യമായിട്ട് ഞാനും എൻ്റെ പേര് ഓർക്കുന്നില്ല. ആ സാധനം ഓടുന്ന റൂട്ടാണേ, ബസ് റൂട്ടല്ല.
അവിടെ വണ്ടി റോഡ് ആക്സിഡന്റ് നടക്കുക. ഞങ്ങൾ അവിടെ പോകുന്ന ഇയാൾ പിടിച്ചിട്ട് വണ്ടി ചെയ്യാൻ വരുമോ? ഇയാൾക്ക് എന്നെ സാമൂഹ്യ പ്രതിനിധിയാണ്. വണ്ടി ഇടിച്ച് കിടക്കുക റോഡ് 2-3 ആംബുലൻസ് പോവാ. നിനക്ക് ഇത് മതിയാ? കൊള്ളാം. കേരള പോലീസിന്റെ ഒരു ശുഷ്കാന്തി. ഇവിടെ മെയിൻ റോഡിൽ വണ്ടി ഇടിച്ച് ആള് മരിക്കാൻ കിടക്കുന്നു, ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും പായുന്നു. ഇതിനിടയ്ക്ക് ഒരു പാവപ്പെട്ട ഒരു ബൈക്ക് വെച്ച് ചെറിയൊരു റോഡ് ബ്ലോക്ക് ചെയ്തത്. പാവപ്പെട്ട മുതലാളിമാര് എസ്റ്റേറ്റ് റബ്ബർ കയറ്റുന്നതിന്, റബ്ബർ തടി ലോഡ് ചെയ്യുന്നതിന് ചെറിയൊരു തടസ്സം ഉണ്ടാക്കിയപ്പോൾ വരാൻ കാണിച്ച ആ ഒരു സന്മനസ്, ഇത് താണ്ടാ പോലീസ്. എന്തൊരു ഉത്തരവാദിത്തമല്ലേ ഇവർക്ക്. ആള് മരിച്ചാൽ ഇപ്പൊ തന്നെ ഒരു ആക്സിഡന്റ് 2-3 പേര് മരിച്ചാൽ ഇതെല്ലാം വിഷയമുള്ള കാര്യമാണോ? ആംബുലൻസ് ഒക്കെ തലങ്ങും വിലങ്ങും ഓടട്ടെ. നമുക്ക് ഇവിടെ റബ്ബർ തടിയൊക്കെ ലോഡൊക്കെ ചെയ്ത് പയ്യെ കാര്യങ്ങൾക്കൊക്കെ ശേഷം പോകാന്നേ. എന്താ ഉത്തരവാദിത്തം. ബിഗ് സല്യൂട്ട്. പിന്നെ നീ ഏതാന്നല്ലേ? നല്ല ക്വസ്റ്റ്യൻ. ലാലേട്ടൻ പറയുന്ന പോലെ ഓരോ മനുഷ്യന്റെയും നിയോഗം നമ്മൾ ആരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു മറ്റേ മേഘം സിനിമയിലെ ശ്രീനിവാസിന്റെ ഒരു ഡയലോഗാണ്. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. അവിടെ ഒരു കമ്പ് ഒടിഞ്ഞു തൂങ്ങി റോഡിലോട്ട് കിടക്കുന്നുണ്ടോ? അത് കണ്ടോ? അത് തലയിലോട്ട് വീണ ആരാ ഉത്തരവാദിത്തം പറയുന്നത്? അല്ല, ഒടിഞ്ഞു കിടക്കുന്ന കമ്പ് ഈ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന കമ്പുകളൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ എന്തൊരു മണ്ടനല്ല. പറയുന്ന ടൈമിൽ പോയി മേളിൽ കൂടെ 2-3 ഫ്ലൈറ്റ് വരണം. അതിനകത്ത് ആ ഫ്ലൈറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഒരു ചെറിയൊരു മറ്റേ ഈന്തപ്പഴം വല്ലതും തിന്നിട്ട് അതിന്റെ കുരു ഒന്ന് തുപ്പിയിട്ടാൽ തീരാന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. അന്നേരമാണ് എസ്റ്റേറ്റിൽ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന റബ്ബർ കമ്പിന്റെ പുറമെ ഞാനൊക്കെ പോകുന്നു. റോഡിന്റെ മേളിലേക്ക് റബ്ബർ കമ്പ് ഒടിഞ്ഞു കിടന്നാൽ എന്താ പ്രശ്നം? എത്ര ഫ്ലൈറ്റുകൾ നമ്മളെ മുന്നിൽ കൂടെ പോയിട്ട് നമ്മൾ അതിജീവിച്ചിരിക്കുന്നു. ഇതും നമ്മൾ അതിജീവിക്കും. ഇത് പബ്ലിക് റോഡാ. അല്ല, ഇതുപോലെ വേർത്തൊഴിക്കണം. നിന്റെ സോക്കേട് നിനക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ. ഇതുപോലെ കഷ്ടപ്പെട്ട് നിന്ന് ഇത്രയും നേരം എനിക്ക് പണിയായിട്ട് എന്നെ പേരെടുത്തോടാ. ഇത്രയും പേര് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്ന, അവര് ചോറ് പോലും അവർക്ക് വീട്ടിൽ പോകണ്ടല്ലേ? നിങ്ങളെ വീട്ടിൽ നിന്ന് ഫുഡ് അടിക്കുന്ന മാത്രമല്ല, ഇവര് കഷ്ടപ്പെട്ട് നിൽക്കുന്ന. ജോമോൻ സാർ മെഡിക്കൽ സയൻസും പഠിച്ചിട്ടുണ്ടല്ലേ? ചികിത്സയും തുടങ്ങി. വേർത്ത മാറുന്ന അസുഖമൊക്കെ എനിക്കുള്ളൂ. കൊള്ളാം. 10 തലയാവില്ല. അധ്വാനിച്ച് ജീവിക്കടാ നാറി. കൊള്ളാം. എന്ത് ജോലിക്കും ഞാൻ പോകും. എന്ത് ജോലിക്കും തയ്യാറാട്ടോ. ഞാൻ എന്ത് ജോലിക്കും തയ്യാറായി. ഇന്ന ജോലിയേ ഉള്ളൂ, വൈറ്റ് കോളർ ജോബേ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. മണ്ണിലിറങ്ങി പണിയെടുക്കാനൊക്കെ ഞാൻ റെഡിയാണ്, അധ്വാനിക്കാൻ റെഡിയാണ്. സാറൊന്ന് സജസ്റ്റ് ചെയ്യുമോ 1-2 ജോലികൾ? ആശുപത്രി കേസ് പോകുന്നുള്ളത് തന്നെ പറഞ്ഞു. അതെ സാറേ, ആശുപത്രി കേസൊക്കെ പോകുന്നുണ്ട്. ടിക്കറ്റുകളൊക്കെ കയറ്റി പല ആശുപത്രി കേസുകളും പോകുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. പിന്നെ എൻ്റെ ആവശ്യം എന്താണെന്ന് മെയ് 6-ാം തീയതി കൃത്യമായിട്ട് ഞാനൊരു കംപ്ലൈൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. എൻ്റെ ആവശ്യം ഈ തൊഴിലാളികളുടെ പൈസ ആണെന്നും എനിക്കിതിൻ്റെ നല്ലൊരു പങ്ക് കിട്ടണമെന്നും അത് പോലീസ് സ്റ്റേഷനിലെ ഏമാമാർ എനിക്ക് മേടിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊരു കംപ്ലൈൻറ്റ് ഞാൻ തന്നായിരുന്നു. സാർ അത് കണ്ടില്ലായിരുന്നു. അതാണ് എൻ്റെ ആവശ്യം. പാവങ്ങളുടെ വേർപ്പിന്റെ അംശം എനിക്ക് കിട്ടി കേട്ടോ. ജോമാൻ സാർ സാർ അതിന് വന്നല്ലായിരുന്നല്ലോ അല്ലേ? എനിക്ക് കിട്ടി. എനിക്ക് അംശമല്ല, എനിക്ക് അതിന്റെ ഒരു നല്ലൊരു പങ്ക് കിട്ടി. മെയിൻ റോഡിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ട് അത് കാണാൻ പാടില്ല. ഇതാവും കാണുന്നത്. എന്റെ പൊന്ന് ജോമോൻ സാറേ, ഞാനാണെങ്കിൽ ഒരു 5-8 വർഷമായിട്ട് ബാംഗ്ലൂരൊക്കെ കേരളത്തിലില്ല കുറെ കാലമായിട്ട്. ഇടയ്ക്കൊക്കെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പല കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല. പ്രത്യേകിച്ച് സാറിന് പറയുന്ന യോഗ്യതകളെക്കുറിച്ച് പലതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. എൻ്റെ നാട്ടിലേക്കുള്ള വഴിയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടുന്ന യോഗ്യത അത് എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാനൊന്ന് പരിശോധിക്കാം. എനിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് കേട്ടോ, പറ്റുവാണെങ്കിൽ ഒന്ന് പറഞ്ഞതാ. പിന്നെ വേറെ ഏതാണ്ട് പറഞ്ഞാൽ ഇത് വണ്ടി പോകുന്ന വഴിയാണ് കുഴപ്പമില്ലെന്നല്ലേ? വണ്ടി അല്ലേ? വണ്ടി അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ അല്ലേ? വണ്ടി. ഓക്കെ ശരി. ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്.
ഇനിയിപ്പം ജോമ സാറിനല്ല എങ്കിൽ തിരുവനന്തപുരം സ്റ്റേഷനിലെ ഏതെങ്കിലും എസ് ഐമാർക്കോ സി ഐക്കോ കേരള പോലീസിൽ ആർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ, ഇനിയിപ്പം പോലീസ് തന്നെ വേണമെന്നില്ല, മറ്റാർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ സഹിച്ചേട്ടനുള്ളതും എനിക്കില്ലാത്തതുമായിട്ടുള്ള മാന്യതയെ പറ്റി ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ പിന്മാറിയേക്കാം. നീ എവിടെ നിന്ന് ഇറങ്ങി വന്നാ നീ ആശുപത്രി പോയി പാവം എടുത്തി അല്ല നാട് കൊടുത്ത റോഡായി ഇവൻ ഏതാ ഇത്? ഇവൻ ഈ പറഞ്ഞ മനസ്സിലാക്കുന്നത് വണ്ടി തടയുവാണോ? രോഗികൾ പിള്ളേർ വരുന്ന വണ്ടി തടഞ്ഞിടുവാണോ? നിനക്ക് സാമാന്യ ബോധമില്ലേ? നീ പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ല. ശരിയാ, ഞാൻ ആ വഴി ബ്ലോക്ക് ചെയ്ത സമയത്ത് ആശുപത്രിയിൽ പോയി പാവങ്ങളെ വെച്ച് സഹായിക്കണമായിരുന്നു. പാവങ്ങളോട് ഇത്രയും സ്നേഹവും കരുണയുള്ള ഒരു പോലീസുകാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. കൊള്ളാം, ജോമോൻ സാറല്ലേ, ആ പേരൊന്ന് ഡയറിയിൽ എഴുതി വെക്കണം. ഒരു നിങ്ങളും കൂടെ ചീത്തപ്പേരാ ഉള്ള കാര്യം പറയും. ഞാൻ വീട്ടിൽ പോയി എനിക്ക് ബോധമില്ല. എന്തായാലും ജോമോൻ സാർ ബോധമുള്ള ആൾക്കാരെ എല്ലാം പട്ടം കൂട്ടി നിർത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്. ജോമോൻ സാറൊക്കെ ഉണ്ടല്ലോ ഒരു കോൺസ്റ്റബിളായിട്ടൊന്നും ഇരിക്കേണ്ടതല്ല, മിനിമം ഒരു IG എങ്കിലും ആക്കണം. എങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ബോധമുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി പുള്ളി പരിഹരിച്ചു തരും. KK റോഡിൽ NH-ലിട്ട് തടി കിട്ടുന്നു. ഈ KK റോഡ് NH-ഉം തിരുവനന്തപുരം പോലീസ് സ്റ്റേഷന്റെ കീഴിൽ തന്നെ അല്ലേ ജോബോട്ട് സാറ്? ഒന്നും പറയാനില്ല. നോ കമന്റ്സ്. ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ഞാൻ എന്തിനാ തന്നോട് കാണിക്കുന്നത്? താനാരും എന്നോട് ഉണ്ടാക്കാൻ? ഇല്ലടാ ഞാൻ നിക്കടാല്ലോ നിക്കുന്നത്. ഞാൻ എൻ്റെ സ്വകാര്യ വാഹനത്തിൽ എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. യാത്ര ചെയ്യുന്നതിനിടയിലുണ്ടായ സംഭവമാണിത്. നിക്കറിട്ടാണ് പോയത്. ചെയ്യാൻ പാടില്ലായിരുന്നു, ശരിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇടേണ്ട ഡ്രസ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു അവബോധമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേരളത്തിൽ കുറേ കാലമായിട്ട് ഇല്ലായിരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. അതും ഈ പറഞ്ഞ പോലെ ജോമോൻ സാറോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാനവിടെ ഇതിപ്പോൾ നമ്മൾ വെറുതെ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. പെരുവന്താനം പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. ഞാൻ എന്തായാലും വന്നിട്ട് ഒരു ഒഫീഷ്യലായിട്ട് ഒരു റിക്വസ്റ്റ് തരാം. വിവരാവകാശ നിയമപ്രകാരം ഞാനൊരു റിക്വസ്റ്റ് തരാം. ഒരു സ്വകാര്യ വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്ന ഒരാൾക്ക് മാന്യമായിട്ട് ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ലിസ്റ്റ് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചേഞ്ച് ചെയ്യും. അല്ല തന്നെ ഞാൻ പറഞ്ഞില്ലേ, കാക്കിയോട് എനിക്ക് വളരെ ബഹുമാനമാണ്. പോലീസുകാരൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ചെയ്തിരിക്കും സാറേ, ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ പോലീസുകാരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാന്നോ അല്ലെങ്കിൽ കാക്കിയിട്ട പോലീസുകാരോട് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നലോ വിചാരമോ ഒന്നും എനിക്കില്ല. അങ്ങനെ ഒരു ചിന്താഗതി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനോ ഒന്നും വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ നാട്ടിലേക്കുള്ള റോട്ടിൽ നടന്ന ഒരു അനീതി ചോദ്യം ചെയ്തപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആ ഒരു സ്ഥലത്തെ എൻ്റെ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതിയുമായിട്ട് ചെന്നപ്പോൾ എനിക്കെതിരെ ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങളും എനിക്ക് നേരെ കയ്യേറ്റ ശ്രമം വരെ ഉണ്ടായതുകൊണ്ട് എന്നെ വീണ്ടും വട്ടം തിരിഞ്ഞ് ഉപദ്രവിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പോലീസുകാരുടെ അടുത്ത് നടക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രം. എനിക്ക് കേരള പോലീസിനെ എനിക്ക് ബഹുമാനമാണ്. എന്നെ ബഹുമാനിക്കുന്ന ഏതൊരു പോലീസുകാരനെയും നല്ല ഏതൊരു വ്യക്തിയെയും എനിക്ക് ബഹുമാനമാണ്. അത് ഞാൻ ഒരിക്കലും പോലീസുകാരോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നും ചെയ്യുന്നതല്ല. ഈ പറഞ്ഞ പോലീസുകാരോടും എനിക്ക് വിരോധമൊന്നുമില്ല. അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും ഇതിനെ ഒരു പോലീസ് വിരുദ്ധ വീഡിയോ ആയിട്ടോ ഒന്നും കാണരുത്. ഞാൻ വീണ്ടും പറയുന്നു, പോലീസുകാരൊക്കെ നമ്മുടെ സേവനത്തിന് വേണ്ടി ഉള്ള ആൾക്കാരാണ്. നമുക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ സേവനങ്ങളെ നമ്മൾ വിലമതിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാതെ ഒരിക്കലും അവരോട് നെഞ്ചത്ത് കയറാൻ പോകാനായിട്ടുള്ള നമുക്ക് റൈറ്റ് ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതും സീറ്റ് ബെൽറ്റ് എടുക്കുന്നതൊക്കെ ഇല്ലാണ്ട് പോകുമ്പോഴൊക്കെ ഫൈൻ അടിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ചിലപ്പം ദേഷ്യം തോന്നാം. പക്ഷേ അത് അവരുടെ ജോലിയാണ് തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതൊക്കെ അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ നമ്മളോട് പാലിക്കാൻ വേണ്ടി പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണ്, ഉള്ള യാത്രകൾക്ക് ഒരുപാട് റിസ്കുകളുള്ള യാത്രകളാണ്. എല്ലാവരും സേഫായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുക. ഒരിക്കലും പോലീസിൻ്റെ നെഞ്ചത്തേക്ക് കയറാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പബ്ലിക്കിന് പോലീസിൻ്റെ നെഞ്ചത്ത് കയറി എന്നും കാണിക്കാം എന്ന് പ്രൂവ് ചെയ്യാൻ ഒന്നും വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. അതുകൊണ്ട് ആരും ആ ഒരു അർത്ഥത്തിൽ ഇതിനെ എടുക്കരുത്. പക്ഷേ ഞാൻ പറയുന്നു, പോലീസുകാർക്കും നേരെ തിരിച്ച്
പബ്ലിക്കിന്റെ നെഞ്ചത്തോട്ട് കയറാനുള്ള യാതൊരുവിധ അവകാശങ്ങളും ഇല്ല. ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. ഇതുവരെ ഉള്ള എൻ്റെ അറിവനുസരിച്ച് ജനങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ. അതുകൊണ്ട് ന്യായമല്ലാത്ത എന്തൊരു കാര്യത്തിലും പോലീസുകാരോ മറ്റാരെങ്കിലുമോ നിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് പോലീസുകാരനാണ് കാക്കി ഇട്ടിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ അവൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ തിരിച്ച് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയുള്ള അവരുടെ എഫേർട്സിനെ നമ്മൾ ബഹുമാനിക്കുക, അവരുടെ ജോലിയെ നമ്മൾ ബഹുമാനിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. നമസ്കാരം.